നമസ്കാരം, എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയും നമ്മൾ കറണ്ട് അഫെയർ സെഷനാണ് ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ്, അതായത് ഒക്ടോബർ 3 തൊട്ട് ഒക്ടോബർ 10 വരെയുള്ള കറണ്ട് അഫെയർസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, അതിർത്തി തർക്കങ്ങൾ മൂലം പലപ്പോഴും വാർത്തകളിൽ ഇടം നേടുന്ന സർ ക്രീക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ്. അത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലാണ് സർ ക്രീക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് നോക്കാം. സർ ക്രീക്ക് ഗുജറാത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തിയിലെ റാൻ ഓഫ് കച്ചിനെയും തെക്കു പടിഞ്ഞാറൻ അതിർത്തിയിലുള്ള പാകിസ്ഥാന്റെ സിന്ധ് പ്രവിശ്യയെയും വേർതിരിക്കുന്ന അറബിക്കടലിലേക്ക് ഒഴുകുന്ന 96 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ അഴിമുഖം ബാൻഗംഗ എന്നറിയപ്പെട്ടിരുന്നു. കൊളോണിയൽ കാലഘട്ടത്തിലെ ബ്രിട്ടീഷ് പ്രതിനിധിയുടെ പേരിലാണ് ഇത് സർ ക്രീക്ക് എന്ന് നാമകരണം ചെയ്യപ്പെട്ടത്. അപ്പം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം, റാൻ ഓഫ് കച്ചിനെയും സിന്ധ് പ്രവിശ്യയെയും വേർതിരിക്കുന്നു. അതുപോലെ 96 കിലോമീറ്റർ ദൈർഘ്യമുള്ള അഴിമുഖമാണ്. പഴയ പേരായിരുന്നു ബാൻഗംഗ എന്നുള്ളത്. പിന്നെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ സർ ക്രീക്ക് എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. ഇനി റൈറ്റ് സൈഡിൽ ദാ ഇവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ടല്ലോ. ഇതിൽ 2 ഡോട്ടഡ് ലൈൻസ് നമുക്ക് കാണാം, റെഡും ഗ്രീനും. ഈ റെഡ് ഡോട്ടഡ് ലൈൻ ആണ് ഇന്ത്യ ക്ലെയിം ചെയ്യുന്ന ബോർഡർ. ഇന്ത്യ ക്ലെയിം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പീരീഡിൽ ശരിക്കും ഡിമാർക്കേറ്റ് ചെയ്ത ബോർഡർ ഈ റെഡ് ഡോട്ടഡ് ലൈൻ ആണ്. പക്ഷെ പാകിസ്ഥാൻ പറയുന്നത് ഈ ഗ്രീൻ ഡോട്ടഡ് ലൈൻ ആണ് ശരിക്കും ബോർഡർ എന്നാണ്. അപ്പം അവർ ഇത്രയും ഏരിയ, ഈ ഗ്രീൻ ഡോട്ടഡ് ലൈനിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഇത്രയും ഏരിയ അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പം ഈ രണ്ട് എന്താ പറയുക, ബോർഡറിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഡിസ്പ്യൂട്ടും ടെൻഷൻസും കോൺഫ്ലിക്റ്റും ആണ് ഇപ്പം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അതാണ് സർ ക്രീക്കിനെ ചുറ്റിപ്പറ്റിയുള്ള ബോർഡർ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, നാഷണൽ പൾസസ് മിഷൻ പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്താണെന്നാണ്. പയർവർഗ്ഗങ്ങളുടെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുക. അപ്പം നാഷണൽ പൾസസ് മിഷന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പയർവർഗ്ഗങ്ങളുടെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, തുമ്രി a classical Indian music style is associated with. തുമ്രി എന്ന് പറയുന്ന ക്ലാസിക്കൽ ഇന്ത്യൻ മ്യൂസിക് സ്റ്റൈല് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. അത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ട ക്ലാസിക്കൽ ഇന്ത്യൻ മ്യൂസിക് സ്റ്റൈലാണ് തുമ്രി. അടുത്ത ചോദ്യം, സമുദ്ര ജൈവ വൈവിധ്യത്തിന് പേര് കേട്ട കോറൽ ട്രയാങ്കിളിൽ എത്ര രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? അപ്പൊ കോറൽ ട്രയാങ്കിളിൽ എത്ര രാജ്യങ്ങൾ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ 6 രാജ്യങ്ങൾ. നമ്മൾ ഗസ് ചെയ്ത് എഴുതുമ്പം ചിലപ്പം കോറൽ ട്രയാങ്കിൾ എന്നൊക്കെ കാണുമ്പോൾ 3 രാജ്യം എന്നൊക്കെ എഴുതാൻ തോന്നും. പക്ഷെ 3 അല്ല, 6 രാജ്യങ്ങളുണ്ട് കേട്ടോ. അപ്പം സമുദ്ര ജൈവ വൈവിധ്യത്തിന് പേര് കേട്ട കോറൽ ട്രയാങ്കിളിൽ എത്ര രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? 6 രാജ്യങ്ങൾ. ഈ കോറൽ ട്രയാങ്കിളിന്റെ ഒരു ഡിസ്ക്രിപ്ഷനും കൂടെ നമുക്ക് നോക്കാം. കോറൽ ട്രയാങ്കിൾ. The coral triangle spans the tropical waters of 6 countries, often called CT6. CT6 എന്നാണ് ഈ കോറൽ ട്രയാങ്കിളിൽ ഉൾപ്പെടുന്ന 6 കൺട്രികളെ ഒരുമിച്ച് അറിയപ്പെടുന്ന പേര്. അപ്പം ആ കൺട്രീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്തോനേഷ്യ, മലേഷ്യ, പാപ്പുവ ന്യൂഗിനിയ, ഫിലിപ്പൈൻസ്, സോളമൻ ഐലൻഡ്സ്, ടിമോർ ലെസ്റ്റെ. അപ്പം 6 ഇന്തോനേഷ്യ, മലേഷ്യ, പാപ്പുവ ന്യൂഗിനിയ, ഫിലിപ്പൈൻസ്, സോളമൻ ഐലൻഡ്സ് ആൻഡ് ടിമോർ ലെസ്റ്റെ. The coral triangle is the global epicenter of marine biodiversity. അപ്പം സമുദ്രത്തിലെ ജൈവ വൈവിധ്യത്തിന്റെ ഒരു ഗ്ലോബൽ എപ്പിസെന്റർ ആണ്, ഒരു കേന്ദ്രം ആയിട്ടുള്ള ഏരിയ ആണ് കോറൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതിന്റെ ലൊക്കേഷൻ വരുന്നത് വെസ്റ്റേൺ പസഫിക് ഓഷ്യനിലാണ്. വെസ്റ്റേൺ പസഫിക് ഓഷ്യൻ ആണ് ലൊക്കേഷൻ. ഏരിയ ഇസ് അറൌണ്ട് 5.7 മില്യൺ സ്ക്വയർ കിലോമീറ്റേഴ്സ്. 5.7 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ് കോറൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി അത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ആമസോൺ ഓഫ് ദ സീസ്. ആമസോൺ ഓഫ് ദ സീസ് എന്ന് അറിയപ്പെടുന്ന ഏരിയയാണ് കോറൽ ട്രയാങ്കിൾ. ഇറ്റ് ഈസ് ഹോം ടു 76% ഓഫ് ദ വേൾഡ്സ് നോൺ കോറൽ സ്പീഷീസ്. ലോകത്തിൽ അറിയപ്പെടുന്ന കോറൽ സ്പീഷീസിന്റെ 76% അവിടെ കാണപ്പെടുന്നുണ്ട്. It contains 37% of world's coral reef fish species and over 6,000 species of fish in total. ലോകത്തിലെ കോറൽ റീഫ് ഫിഷ് സ്പീഷീസിന്റെ ഒരു 37% ഏകദേശം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഏകദേശം 6000-ൽ കൂടുതൽ ഫിഷ് സ്പീഷീസും ഇവിടെ കാണപ്പെടുന്നുണ്ട്. അപ്പം
മറൈൻ ബയോഡൈവേഴ്സിറ്റിനെ സംബന്ധിച്ച് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കോറൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ആമസോൺ ഓഫ് ദ സീസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇതാണ് കോറൽ ട്രയാങ്കിളുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് ഫാക്ട്സ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, മിഗ്ല പാസ് ഇസ് ലൊക്കേറ്റഡ് ഇൻ. മിഗ്ല ചുരം സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. അതിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം എന്താ വെച്ചാൽ ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോറബിൾ റോഡ്, വേൾഡ്സ് ഹൈയസ്റ്റ് മോട്ടോറബിൾ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പം മിഗ്ല പാസിലാണ്. അതിൻ്റെ ഏകദേശം ഉയരം എന്ന് പറയുന്നത് 19,400 അടിയാണ്. 19,400 അടി ഫീറ്റാണ് അതിൻ്റെ ഏകദേശം ഉയരം എന്ന് പറയുന്നത്. അത് നിർമ്മിച്ചിരിക്കുന്നത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ, BRO ആണ് അത് നിർമ്മിച്ചിരിക്കുന്നത്, ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ. അപ്പം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോറബിൾ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് മിഗ്ല പാസിലാണ്. അടുത്ത ചോദ്യം, ദ നവ്യ ഇനീഷ്യേറ്റീവ് ബൈ ദ ഇന്ത്യൻ ഗവൺമെന്റ് ഫോക്കസസ് ഓൺ. ഇന്ത്യൻ ഗവൺമെന്റ് ആരംഭിച്ച നവ്യ ഇനീഷ്യേറ്റീവ് എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നാണ്. ഡിജിറ്റൽ ലിറ്ററസി ആൻഡ് ഇന്നോവേഷൻ അമംഗ് യൂത്ത്, ഡിജിറ്റൽ സാക്ഷരത ആൻഡ് ഇന്നോവേഷൻ അമംഗ് യൂത്ത്, അതാണ് നവ്യ ഇനീഷ്യേറ്റീവിന്റെ ഫോക്കസ്. അടുത്തത്, ഇന്ത്യയിലെ ഷെഡ്യൂൾ M മാനദണ്ഡങ്ങൾ, അതായത് ഷെഡ്യൂൾ M ഗൈഡ് ലൈൻസ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? മരുന്നുകളുടെ നിർമ്മാണ ഗുണനിലവാര മാനദണ്ഡങ്ങൾ, അതായത് പ്രൊഡക്ഷൻ ഓഫ് ഡ്രഗ്സ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ്, അതാണ് ഷെഡ്യൂൾ M മാനദണ്ഡങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത് മരുന്നുകളുടെ നിർമ്മാണവും പിന്നെ ഗുണനിലവാര മാനദണ്ഡങ്ങളുമായിട്ടാണ്. ഇനി അടുത്ത ചോദ്യം, അടുത്തിടെ അന്തരിച്ച രാഖി സാവിത്രി, അവർ മലയാളിയാണ്. രാഖി സാവിത്രി ഏത് മേഖലയിലാണ് പ്രശസ്തയായത്? ഡോക്യുമെന്ററി ഡയറക്ഷനിൽ. അപ്പം രാഖി സാവിത്രി ഡോക്യുമെന്ററി ഡയറക്ഷൻ ആണ് അവരുടെ മേഖല. ഇനി അയൽപ്പക്കം ആദ്യം, അതായത് നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി, അയൽപ്പക്കം ആദ്യം നയത്തിന്റെ ഭാഗമായി ഇന്ത്യ ആദ്യത്തെ അതിർത്തി കടന്നുള്ള റെയിൽവേ ബന്ധം സ്ഥാപിക്കുന്ന അയൽ രാജ്യം ഭൂട്ടാനാണ്. അപ്പം നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ആദ്യമായിട്ട് അതിർത്തി കടന്ന് റെയിൽവേ ബന്ധം സ്ഥാപിക്കുന്ന രാജ്യമാണ് ഭൂട്ടാൻ. അടുത്ത ചോദ്യം, സൈബർ സുരക്ഷാ രംഗത്തെ രാജ്യത്തിലെ തന്നെ ഏറ്റവും വലിയ കോൺഫറൻസ് ആയ കൊക്കൂൺ 2025 വേദി എവിടെയായിരുന്നു എന്നാണ്. അത് കൊച്ചിയിലെ ഗ്രാൻഡ് ഹയാത്തിലായിരുന്നു. കൊച്ചിയിലെ ഗ്രാൻഡ് ഹയാത്തിലാണ് കൊക്കൂൺ 2025 നടന്നത്. കൊക്കൂൺ 2025 എന്ന് പറഞ്ഞാൽ സൈബർ സുരക്ഷാ രംഗത്തെ രാജ്യത്തിൽ തന്നെ ഏറ്റവും വലിയ കോൺഫറൻസ് ആണ് കൊക്കൂൺ 2025. അടുത്ത ചോദ്യം, 2025 റിപ്പബ്ലിക് ഡേ പരേഡിൽ 1ാം സ്ഥാനം നേടിയ ടാബ്ലോ ഏത് സംസ്ഥാനത്തിൻ്റെതായിരുന്നു? ഉത്തർപ്രദേശിനാണ് 1ാം സ്ഥാനം കിട്ടിയത്. അവരുടെ ടാബ്ലോ നമുക്കറിയാം, മഹാകുംഭ് 2025 എന്നായിരുന്നു അവരുടെ ടാബ്ലോന്റെ പേര്. കുംഭമേള റിലേറ്റഡ് ആയിട്ടുള്ള ടാബ്ലോ ആയിരുന്നു അത്, മഹാകുംഭ് 2025. അടുത്ത ചോദ്യം, അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ കൊങ്കൺ 25 എക്സസൈസ്. കൊങ്കൺ 25 എക്സസൈസ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്? അത് ഇന്ത്യയും UK-യും തമ്മിലുള്ള എക്സസൈസ് ആയിരുന്നു കൊങ്കൺ 2025. അടുത്ത ചോദ്യം, ലോക കാഴ്ച ദിനം, വേൾഡ് സൈറ്റ് ഡേ എന്നാണെന്നാണ്. അത് ഒക്ടോബർ 9-നാണ് ലോക കാഴ്ച ദിനം. അടുത്ത ചോദ്യം, ബ്രാൻഡ് അംബാസിഡർ ഓഫ് കേരള അഡ്വഞ്ചർ ടൂറിസം. കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണെന്നാണ്. PR ശ്രീജിഷ് ആണ് ബ്രാൻഡ് അംബാസിഡർ ഓഫ് കേരള അഡ്വഞ്ചർ ടൂറിസം. അദ്ദേഹം ഫോർമർ ഇന്ത്യൻ ഹോക്കി ക്യാപ്റ്റനും അതുപോലെ തന്നെ ഓൺലി മലയാളി ടു വിൻ 2 ഒളിമ്പിക് മെഡൽ, 2 ഒളിമ്പിക് മെഡൽ നേടിയ ഏക മലയാളിയുമാണ് PR ശ്രീജിഷ്. അപ്പൊ അദ്ദേഹമാണ് ബ്രാൻഡ് അംബാസിഡർ ഓഫ് കേരള അഡ്വഞ്ചർ ടൂറിസം. അടുത്ത ചോദ്യം, ബ്രാൻഡ് അംബാസിഡർ ഓഫ് കേരള ടൂറിസം ആൻഡ് ആയുർവേദ. കേരള ടൂറിസം ആൻഡ് ആയുർവേദയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാന്നാണ്. അത് സ്റ്റെഫി ഗ്രാഫ് ആണ്. ഫോർമർ ജർമ്മൻ ടെന്നീസ് പ്ലെയർ ആണ് സ്റ്റെഫി ഗ്രാഫ്. അപ്പൊ സ്റ്റെഫി ഗ്രാഫ് ആണ് കേരള ടൂറിസം ആൻഡ് ആയുർവേദന്റെ ബ്രാൻഡ് അംബാസിഡർ. ഇനി ബ്രാൻഡ് അംബാസിഡർ ഓഫ് ഹരിത കേരളം. ഹരിത കേരളത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ KJ യേശുദാസ് ആണ്. ഇത് ചില പിവൈക്കിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ, ഹരിത കേരളത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാന്നുള്ളത്. അപ്പൊ അത് KJ യേശുദാസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ,
EPL, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ വ്യക്തി സഞ്ജു സാംസൺ. ക്രിക്കറ്റർ സഞ്ജു സാംസൺ ആണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ വ്യക്തി. അടുത്ത ക്വസ്റ്റ്യൻ, ജപ്പാന്റെ പാർലമെന്റ് അറിയപ്പെടുന്നത്. ജപ്പാന്റെ പാർലമെന്റ് അറിയപ്പെടുന്നത് ഡയറ്റ് എന്ന പേരിലാണ്. ജപ്പാന്റെ പാർലമെന്റ് അറിയപ്പെടുന്നത് ഡയറ്റ് എന്ന പേരിലാണ്. ഇതുപോലെ ചില എക്സാംസിനൊക്കെ കണ്ടിട്ടുള്ള, SSCക്കൊക്കെ ആണെങ്കിലും കണ്ടിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് ജർമ്മനിയുടെ പാർലമെന്റ് അറിയപ്പെടുന്ന പേര്. ജർമ്മനിയുടെ പാർലമെന്റ് അറിയപ്പെടുന്ന പേര് ബണ്ടസ്ടാഗ് എന്നാണ്. അതിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയില്ല, സ്പെല്ലിംഗ് ഞാനിവിടെ കാണിക്കാം. ബണ്ടർ സ്റ്റാഗ്. ജർമ്മനി. അപ്പോൾ ഇത് ജർമ്മനിയുടെ പാർലമെന്റ് അറിയപ്പെടുന്ന പേരാണ് ബണ്ടസ്ടാഗ് എന്നുള്ളത്. ഏഷ്യയിലെ ഏറ്റവും വലിയതും ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേതുമായ ഡിസൈനർ സുവോളജിക്കൽ പാർക്ക്, അത് തൃശ്ശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. അപ്പം ഏഷ്യയിലെ ഏറ്റവും വലിയതും അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേതുമായ ഡിസൈനർ സുവോളജിക്കൽ പാർക്കാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്, തൃശ്ശൂർ. അത് ഒക്ടോബർ 28, 2025 പിണറായി വിജയൻ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. അടുത്ത ചോദ്യം, ഓൺലൈൻ കോഴ്സുകൾ തുടങ്ങാൻ UGC അനുമതി ലഭിച്ച സർവകലാശാലകളിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട സർവകലാശാലകൾ, അത് MG യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയാണ്. ഓൾ ടോട്ടൽ ഇന്ത്യയിൽ 113 യൂണിവേഴ്സിറ്റീസിനാണ് അനുമതി ലഭിച്ചിട്ടുള്ളത്. അതിൽ കേരളത്തിൽ നിന്നുള്ളത് MG യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയാണ്. ഇനി IT അധിഷ്ഠിത മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വീടിനടുത്ത് തൊഴിലെടുക്കാൻ സൗകര്യമൊരുക്കുന്ന വർക്ക് നിയർ ഹോം പദ്ധതി സംസ്ഥാനത്ത് ആദ്യമായി ആരംഭിക്കുന്നത്. കൊട്ടാരക്കരയിലാണ് വർക്ക് നിയർ ഹോം പദ്ധതി സംസ്ഥാനത്ത് ആദ്യമായിട്ട് തുടങ്ങുന്നത്. പിന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് വർക്ക് നിയർ ഹോം പദ്ധതി തുടങ്ങുന്നത് കേരള സംസ്ഥാനത്തിലാണ്. അപ്പൊ കേരളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം വർക്ക് നിയർ ഹോം പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ കേരളത്തിൽ ആദ്യം അവിടെ തുടങ്ങുന്നത് കൊട്ടാരക്കരയിലാണ്. അടുത്ത ചോദ്യം, 2025-26 ഇറാനി കപ്പ് ക്രിക്കറ്റ് വിന്നേഴ്സ് ആരാണെന്നാണ്. വിദർഭയാണ്. അവർ 3ാം തവണയാണ് ഇറാനി കപ്പ് ക്രിക്കറ്റ് വിന്നേഴ്സ് ആവുന്നത്. അപ്പൊ 2025-26 ഇറാനി കപ്പ് വിന്നേഴ്സ് വിദർഭയാണ്. ഇനി ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ, ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ. അപ്പൊ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ RS-28 സർമാറ്റ് വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണെന്നാണ്. റഷ്യയാണ് RS-28 സർമാറ്റ് വികസിപ്പിച്ചെടുത്തത്. അടുത്ത ചോദ്യം, ജന്മന ഹൃദ്രോഗമുള്ള 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഹൃദ്യം പദ്ധതിയാണ്. അപ്പം ജന്മന ഹൃദ്രോഗമുള്ള 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. അപ്പം രോഗനിർണയം തൊട്ട് ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള പരിചരണം വരെ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് ഈ പദ്ധതി പ്രകാരം കേരള സർക്കാർ കൊടുക്കുന്നത്. അടുത്ത ചോദ്യം, പ്രഥമ മലയാളി പുരസ്കാര ജേതാവ് മേതിൽ രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ദൈവം മനുഷ്യൻ യന്ത്രം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഫേമസ് വർക്കാണ്. അത് 1999 പ്രസിദ്ധീകരിച്ചത്. അപ്പം പ്രഥമ മലയാളി പുരസ്കാര ജേതാവ് മേതിൽ രാധാകൃഷ്ണൻ. അടുത്ത ചോദ്യം, രാജ്യത്താദ്യമായി സർക്കാരിന്റെ ചലച്ചിത്ര അവാർഡ് സമിതിയിൽ ട്രാൻസ്ജെൻഡറെ ഉൾപ്പെടുത്തിയ സംസ്ഥാനം. കേരളമാണ് രാജ്യത്ത് ആദ്യമായി സർക്കാരിന്റെ ചലച്ചിത്ര അവാർഡ് സമിതിയിൽ ട്രാൻസ്ജെൻഡറിനെ ഉൾപ്പെടുത്തിയത്. 2024 ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിന്റെ പ്രാഥമിക വിധിനിർണയ സമിതിയിലാണ് ചലച്ചിത്ര ഗാനരചയിതാവും കവയിത്രിയുമായ വിജയരാജ മല്ലികയെ അംഗമാക്കിയത്. അപ്പം വിജയരാജ മല്ലികയാണ് ചലച്ചിത്ര അവാർഡ് സമിതിയിൽ അംഗമായ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ വ്യക്തി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, മിഷൻ സുദർശൻ ചക്രയുടെ ഭാഗമായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന എയർ ഡിഫൻസ് ഗൺ സിസ്റ്റം AK-630 ആണ് മിഷൻ സുദർശൻ ചക്രയുടെ ഭാഗമായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന എയർ ഡിഫൻസ് ഗൺ സിസ്റ്റം. ഇന്നത്തെ സെഷനിലെ അവസാനത്തെ ചോദ്യമാണ്, 2025 സെപ്റ്റംബറിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ ഒന്നാമതുള്ള രാജ്യം റഷ്യ. അപ്പം 2025 സെപ്റ്റംബറിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയിൽ ഒന്നാമതുള്ള രാജ്യം റഷ്യയാണ് കേട്ടോ.
അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓൾമോസ്റ്റ് നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സും അതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കോമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ ഇത് ഉപകാരപ്പെടുന്നു തോന്നുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. So happy learning with Habitus, and thank you so much for watching the video.